നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിലും പ്രതിഷേധം കത്തുന്നു. രാത്രിയിലും സമരഭൂമിയായി മാറിയിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യ സഖ്യ എംപിമാരുടെ മാർച്ച് ഗാന്ധി സ്മൃതിയിലെത്തി. പ്രത്യേകം തയ്യാറാക്കിയ 3 ബസ്സുകളിലായാണ് എംപിമാർ എത്തിയത്. बिल्कुल ये खामोशी के साथ ये संविधान से आगे बढ़ रहे हैं, लेकिन जो संदेश है वो जाहिर हो रहा है संविधान के साथ വി ബാലഗോപാലും വിഷ്ണു പ്രസാദും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ബാലുവിലേക്ക്. ബാലു, എത്ര ആസൂത്രിതമായിട്ടാണ് ഈ പ്രതിഷേധം ഇന്ത്യ സഖ്യം കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസ് പ്രതിഷേധമാണെങ്കിലും ഇന്നിപ്പോഴുള്ളതും തീർച്ചയായും അക്ഷയ, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഇന്ത്യ സഖ്യ എംപിമാരുടെ ഈ മാർച്ച് നടന്നിരുന്നത്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് വിശദീകരിക്കുന്നതിന് നമുക്ക് ചോദിച്ചറിയുന്നതിനായി മുതിർന്ന പാർലമെൻറ്റ് അംഗം NK പ്രേമചന്ദ്രൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് കാണാം ഒരു മെഴുകുതിരിയുണ്ട്. എന്താണ് ഈ മെഴുകുതിരി കൊണ്ടുവന്നത്? എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? രാഷ്ട്രപിതാവായ ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലത്ത് ദീപം തെളിയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം പ്രതിജ്ഞയും എടുക്കലായിരുന്നു സത്യത്തിൽ ഈ സമരം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത്. വല്ലാത്ത ജനത്തിരക്കും വല്ലാത്ത തള്ളുമായതിൻ്റെ അടിസ്ഥാനത്തിൽ ജനഗണമന പാടി ആദരവർപ്പിച്ചുകൊണ്ട് ആ സമരം പിരിയുകയാണ് ചെയ്തത്. ഒരു കാര്യം ഈ സമരത്തിലൂടെ ഒരു വലിയ സന്ദേശം നൽകുന്നു. ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടാണ്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് ഗാന്ധിജിയെ ജനുവരി മാസം 30-ാം തീയതി 1948 ജനുവരിയെ RSSന്റെ ഘാതകൻ അല്ലെങ്കിൽ ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. അവിടെ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നത്. എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് കിട്ടിയിരുന്നത്? കാരണം ആദ്യം മാധ്യമങ്ങൾക്കൊക്കെ ലഭിച്ചിരുന്ന വിവരം കോൺഗ്രസിൻ്റെ മാത്രം ഒരു മാർച്ച് ആയിരിക്കുമെന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോയി, അല്ലെങ്കിൽ MP കോൺഗ്രസ് മാത്രം പോയി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ ധർണ നടത്തിയത് അത് വലിയ വിമർശനങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികൾക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരുന്നു എന്നായിരുന്നു കോൺഗ്രസിൻ്റെ വിശദീകരണം. അത് കഴിഞ്ഞ് ഇന്നലെയും ഇന്നും രാവിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേർന്നു. ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടി നിശ്ചയിച്ചറിയിക്കാമെന്ന് ആ യോഗത്തിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ച് നടപ്പാക്കുന്ന കാര്യം രാഹുൽ ഗാന്ധിയെ ആ യോഗം ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരം ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചേർന്നു. അവിടെ ചായ കുടിച്ചതിന് ശേഷം MP-മാർ 3 ബസ്സുകളിലായി ഈ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം അല്ലെങ്കിൽ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ആ സ്ഥലത്ത് വറ്റിച്ചേർന്ന് ആ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഗാന്ധി സ്മൃതിയിലായിരുന്നു, രാജ്ഘട്ടിലേക്ക് പോകാനായിരുന്നു. ഗാന്ധി സ്മൃതി തന്നെയാണ് തീരുമാനിച്ചത്. കാരണം തൊട്ട് അടുത്താണല്ലോ. അപ്പോൾ ഗാന്ധി സ്മൃതി തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ രൂപത്തിൽ തന്നെയാണ് പരിപാടി നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാർച്ച് കടന്നു വന്നത് അമിത്ഷായുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയാണ്. 3 ലെയർ പോലീസ് ബാരിക്കേഡാണ് മറികടന്നത്. എപ്പോഴെങ്കിലും കരുതിയിരുന്നു ഇവിടെ എത്താൻ വേണ്ടി കഴിയുമെന്ന്? അല്ല, വലിയ തോതിലുള്ള പ്രതിരോധമാണ് ഗവൺമെൻറ് സൃഷ്ടിച്ചത്. ബാരിക്കേഡുകൾ സൃഷ്ടിച്ചുകൊണ്ടും വാഹനങ്ങൾ കടന്നു പോകാൻ അനുമതി നൽകാതെയുമുള്ള നിരന്തരമായിട്ടുള്ള പ്രതിരോധമാണ് സത്യത്തിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ നിരോധനങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് നല്ല ആത്മശക്തിയോടുകൂടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മാർച്ച് ചെയ്ത് ഗാന്ധി സ്മൃതിയിലെത്തി ആദരവർപ്പിച്ച് ദേശീയഗാനം പാടി ഒരു പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞത്. അവസാനത്തെ ചോദ്യം, ഈ പാർലമെൻറ്റിൽ നിന്ന് തെരുവിലേക്ക് മാർച്ച് അല്ലെങ്കിൽ ഈ സംഘർഷം മാറ്റുവാൻ, ഈ പ്രതിഷേധം മാറ്റുവാൻ തീരുമാനിച്ചു? പാർലമെന്റിൽ ഫലപ്രദമായി ചർച്ച നടക്കുന്നില്ല. ചർച്ച നടന്നാൽ പോലും നടപടികൾ ഉണ്ടാകുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പാർലമെന്റിൽ നിന്ന് തെരുവിലേക്ക്, സദനിൽ നിന്നും
സടക്കിലേക്ക് പോകാൻ അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് റോഡിലേക്ക് പോകാൻ പ്രതിപക്ഷം നിർബന്ധിതമാകുന്നു. ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ പാർലമെന്റിൽ പരിരക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ സ്വാഭാവികമായും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം നിർബന്ധിതമാകും. അതാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ രാജ്യത്ത് സംഭവിച്ചത്. അക്ഷയ, തീർച്ചയായും NK പ്രേമേന്ദ്രൻ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എന്താണ് രത്ന ചുരുക്കമെന്ന്. അതായത് ഈ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ MP-മാർക്ക് ഈ ഖാർഗെയുടെ ഓഫീസിൽ നിന്നൊരു സന്ദേശം ലഭിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തണം, അവിടെ എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച എന്നുള്ള തരത്തിലായിരുന്നു MP-മാരെ അവിടേക്ക് ക്ഷണിച്ചിരുന്നത്. പക്ഷേ ആ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ പല MP-മാർക്കും ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MP-മാർ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഉപരോധം നടത്തിയപ്പോൾ അന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ ആരെയും തന്നെ വിളിച്ചിരുന്നില്ല. അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ P. സന്തോഷ് കുമാറുമൊക്കെ അതിനെതിരെ ശക്തമായ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ ഈ പ്രതിഷേധ സമരത്തിൽ ഈ നേരത്തെ NK പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ MP-മാരെയും അണിനിരത്തിക്കൊണ്ട് ഗാന്ധി സ്മൃതിയിലേക്ക് ഒരു മാർച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ മാർച്ചിൻ്റെയുമായി ബന്ധപ്പെട്ട അതിനാടകീയമായ സംഭവങ്ങളായിരുന്നു. 5:45 മുതൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം ഒന്നിച്ച് ഇന്ത്യക്കായി അണിനിരന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.